രേണുക മേനോൻ എഴുതിയ മിനിക്കഥ ചെമ്പോത്ത്. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയം ഇക്ബാൽ. മിനിക്കഥ ചെമ്പോത്ത്. വടക്കിനിയുടെ ജാലകത്തിനപ്പുറത്ത് എന്തോ ഒരു ഇളക്കവും ശബ്ദവും കേട്ടപ്പോഴാണ് ഞാൻ അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോയത്. നോക്കുമ്പോൾ ഒരു ചെമ്പോത്ത് പൊന്തക്കാട്ടിലിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് വാതിൽ തുറന്ന് ഞാൻ നോക്കിയപ്പോൾ അത് പാറി അടുത്തുള്ള പ്ലാവിൻ്റെ കൊമ്പിലേക്ക് പാറിപ്പോയി. ഒരു നിശ്വാസത്തോടെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലെ ഓർമ്മയിലേക്ക് ഓടിപ്പോയി. ഏട്ടനും ഞങ്ങളുടെ പശുക്കളെ നോക്കുന്ന സുന്ദരനും കൂടി നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കുട്ടികൾ കളിച്ചിരിക്കുകയാണ് മുറ്റത്ത്. അപ്പോൾ എവിടെ നിന്നോ ഒരു ചെമ്പോത്ത് പാറി വന്ന് മുറ്റത്തെ മുല്ലവള്ളിയുടെ പടർപ്പുകളിൽ മറഞ്ഞിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു, ചെമ്പോത്തെ ഒളിച്ചിരുന്നോ, ചെട്ടിയാർ വരുന്നുണ്ടെന്ന്. ഇത് കേട്ടതും ചെമ്പോത്ത് കൂടുതൽ ഉള്ളിലേക്ക് മറഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. സത്യത്തിൽ ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ അയൽപ്പക്കത്തെ ചങ്കരൻ ചെട്ടിയാരെയാണെന്നാണ്. കാരണം അയാളുടെ മക്കളെ അയാൾ ഉറക്കെ ശകാരിക്കുന്നത് എപ്പോഴും കേൾക്കാമായിരുന്നു. ഞങ്ങളും അയാളുടെ മക്കളും എപ്പോഴും ഒരുമിച്ച് കളിക്കാറുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അവരെ വടിയെടുത്ത് അടിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികൾക്ക് അയാളെ ഉൾഭയമായിരുന്നു. ഇനി ഇത് കണ്ട് എന്നെയും അനിയത്തിയെയും പേടിപ്പിക്കാനാണോ ഏട്ടനും സുന്ദരനും അന്ന് അങ്ങനെ പറഞ്ഞത്? അതോ അതൊരു പഴമൊഴിയായിരുന്നോ? ചെമ്പോത്തെ ഒളിച്ചിരുന്നോ, ചെട്ടിയാർ വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചെമ്പോത്ത് പാറി പൊന്തയിൽ ഒളിക്കുന്നുമുണ്ട്. എന്തോ ഇന്നും ചെമ്പോത്തിനെ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു, പഴയ ആ മൊഴിയും. രേണുക മേനോൻ്റെ ചെമ്പോത്ത് എന്ന മിനിക്കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.